ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ITIയിലെ അധ്യാപക ജോലിയാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അതല്ലെങ്കിൽ ITI വെൽഡർ ട്രേഡ് ഒക്കെ ഉള്ളവർ, ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ BTech മെക്കാനിക്കലൊക്കെ കംപ്ലീറ്റ് ആക്കിയവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, റീസെൻ്റ് ആയിട്ട് നമ്മളൊരു ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്താണ് ആ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുകയും ചെയ്യും. കാര്യം ഇതിൻ്റെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ വരുന്നതാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. എന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്, അല്ലെ എന്തായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയാലും നമുക്കറിയാം കാറ്റഗറി നമ്പർ 310/2019 ആണ്. ക്വാളിഫിക്കേഷൻ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. ഹയർ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 26,500 മുതൽ 56,700 വരെയാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ സാലറി സ്കെയിൽ ഇതല്ല. ഏകദേശം ഒരു 79,000 വരെ, 37,000 മുതൽ 79 വരെ വരുന്ന ഒരു സാലറി സ്കെയിലാണ് നിലവിൽ ഉള്ളത്. ഏജ് ലിമിറ്റ് കഴിഞ്ഞ പ്രാവശ്യം 19 മുതൽ 44 വരെ ആയിരിക്കും. ഈ പ്രാവശ്യം അതിലൊന്നും മാറ്റം വരാനുള്ള സാധ്യതയില്ല. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് DOE ഡേറ്റ് ഓഫ് എഫക്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 31/10/2022 2022 എന്ത് വന്നു, ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. കട്ട് ഓഫ് മാർക്ക് 74 ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒത്തിരി ടഫായിട്ടുള്ള എക്സാമുകളൊന്നും അല്ല അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടോ ഒക്കെ ചോദിച്ചാൽ കുറച്ച് ഉയർന്ന കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു 74 എന്ന് പറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മാക്സിമം മാർക്ക് 82 ആണ് മാക്സിമം മാർക്കും വന്നത്. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 33 അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയ ഒരു 19 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. പക്ഷേ ടോട്ടൽ എത്ര അഡ്വൈസ് പോയി, 33 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് 148 ആയിരുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ഏത് റാങ്കുകൾ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, ഓരോ കാറ്റഗറിയിൽ ഏത് റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ലാത്തൊരു നമ്പർ ഓഫ് വേക്കൻസി നമുക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. വരുന്ന വേക്കൻസി എത്ര ആണോ അതിലും കുറേ കൂടുതലായിരിക്കും നിലവിലുള്ള വേക്കൻസി അല്ലെങ്കിൽ ടോട്ടൽ അഡ്വൈസുകൾ പോകുന്നതെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഓൾറെഡി ഈ ഒരു എക്സാം ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രീമിയം ബാച്ചായിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മെൻറ്റർഷിപ്പും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളൊരു ബാച്ചായിരുന്നു. ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടെ ഉള്ളൊരു ബാച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസ് വളരെ നല്ല ഫീഡ്ബാക്കുകളാണ് തന്നത്. അതിൽ വളരെ കുറച്ച് ഫീഡ്ബാക്കുകളാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ മെൻറ്റർഷിപ്പ് ആയിരുന്നെങ്കിലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളായിരുന്നെങ്കിലും ഒക്കെ സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുള്ളായി എന്നുള്ള കാര്യം നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അതായത് ലൈവ് ക്ലാസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും കുറച്ചുകൂടി ഇൻട്രാക്റ്റീവായിട്ട് ആ ക്ലാസ്സുകൾ കൊണ്ടുപോകാനും അവിടെ സാധിക്കും. അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും കാണും. റെക്കോർഡ് ക്ലാസ്സുകളുടെ ഗുണം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ ആ ക്ലാസ്സുകളെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കുറേ ക്ലാസ്സുകൾ കണ്ട് തീർത്ത് പോകാനും ഒക്കെ നിങ്ങൾക്ക് അവിടെ സാധിക്കും. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെയും അഡ്വാൻറ്റേജ് ഒരുപോലെ കിട്ടുന്ന രീതിയിലുള്ള ബാച്ചായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെൻറ്റർ ഷെബിൻ മിസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് നൽകുക. അപ്പോൾ അതെന്താണ് മെൻറ്റർഷിപ്പ് ഉൾപ്പെടെയുള്ള ബാച്ചാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും എല്ലാം നമ്മളവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഒരു ഓപ്പൺ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. കാര്യം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഡൗട്ട് ചോദിക്കാനും മെൻറ്ററിനോട് ഡൗട്ട് ചോദിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷൻ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റാങ്കുകൾ, അത് ടോപ്പ് റാങ്കുകൾ മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റാങ്കുകൾ മാത്രമല്ല, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറേ ടെക്നിക്കൽ എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ റിസൾട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണമെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ അലൂമിനി സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അലൂമിനി സ്റ്റുഡൻസിന് നമ്മൾ ഒരു അലൂമിനി ഓഫർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ കോഴ്സൊക്കെ എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കോഴ്സ് എടുത്തവരാണെങ്കിലും നിങ്ങൾക്കൊരു സെപ്പറേറ്റ് അലൂമിനി ഓഫർ നിങ്ങൾക്ക് കാണും. അപ്പം ഈ ഓഫറിനെ പറ്റി അറിയാനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വിളിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു വെബിനാറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. ഒരു വെബിനാർ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വെബിനാറിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ട്രേഡ്സ്മാൻ്റെ സിലബസ് തന്നെയാണോ ജൂനിയർ ഇൻസ്ട്രക്ടറിന്, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ജൂനിയർ ഇൻസ്ട്രക്ടർ നടന്ന സെയിം സിലബസ് തന്നെയാണോ ട്രേഡ്സ്മാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആയിരിക്കും നമ്മളതിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ആ സിലബസ് അനാലിസിസ് ഒക്കെ നമുക്ക് അവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് ഈ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഈ ട്രേഡ്സ്മാൻ വെൽഡിങ്ങിന് വേണ്ടി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സാം മിസ്സാക്കരുത്. ഇത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച്, ഇതിൻ്റെ റെഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കി അത് എടുത്ത് വെച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ കൊണ്ടുപോകുക. ഒരിക്കലും അതൊരു എക്സാം ഡേറ്റ് വരാൻ വേണ്ടി ഒന്നും നോക്കിയിരിക്കരുത്. കാര്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഇപ്പം നമുക്ക് വരുന്നത്. നല്ല മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ. പക്ഷേ അത് സ്കോർ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്, വലിയ പാടുള്ള ടോപ്പിക്കുകളൊന്നും അല്ല. പക്ഷേ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ്, ടോപ്പിക്ക് റിവിഷൻ ഒക്കെ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് നമുക്ക് നേടാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മുൻനിരയിൽ എത്താനും സാധിക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.